കുരിശുമുടി തീർത്ഥാടനം വിശുദ്ധവാരവും പുതുഞായർ തിരുനാൾ ഒരുക്കങ്ങളും പൂർത്തിയായതായും വിശ്വാസികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും 50 നോമ്പ് തുടങ്ങുമ്പോഴാണ് തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്നതെങ്കിലും വർഷത്തിൽ 365 ദിവസവും മലമുകളിൽ രാവിലെ 7:30 ദിവ്യബലി അർപ്പണം നടത്തുന്ന ഏക കുരിശുമുടി മലയാറ്റൂർ കുരിശുമുടി തന്നെയാണ്. മാർത്തോമ മണ്ഡപത്തിൽ മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ് വണക്കത്തോടെ കുരിശുമുടിയിലെ ദൈവിക സാന്നിധ്യ അനുഭവം തീർത്ഥാടകർ തൊട്ടനുഭവിക്കുന്നു. ആനകുത്തിയ പള്ളി, പൊൻകുരിശ് പള്ളി, മാർത്തോമ നീരുറവ, മാർത്തോമ കാൽപാദം ഇവയെല്ലാം ഓരോരുത്തർക്കും സൗഖ്യവും ആശ്വാസവും ദൈവസ്പർശവും നൽകുന്നു. പരിശുദ്ധ കന്യകാമറിയം മാർത്തോമാ ശ്ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരിടവും കൂടിയാണ് മലയാറ്റൂർ കുരിശുമുടി. ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മലകയറ്റ വഴികളിൽ വെളിച്ചം, ശുദ്ധമായ കുടിവെള്ളം എന്നിവ കൃത്യതയോടെ ക്രമീകരിച്ചു കഴിഞ്ഞു. അടിവാരത്ത് സ്റ്റാച്യുവിനടുത്ത് 1-ാം സ്ഥലം എത്തുന്നിടത്തും മലമുകളിലും 3 മെഡിക്കൽ എയ്ഡ് സെന്ററുകൾ ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നു. സെക്യൂരിറ്റികളും ഭാരത സ്കൗട്ടിന്റെ 30 പേർ അടങ്ങുന്ന സന്നദ്ധ സേനാ ടീമും വോളണ്ടിയേഴ്സും കുരിശുമുടിയിലെ എല്ലാ ഭാഗത്തും സഹായം പകരുന്നതിനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസ് സേനയുടെയും പ്രവർത്തനവും ലഭ്യമാണ്. അടിവാരത്ത് ഏത് സമയത്തും എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, പുതുഞായർ, ശനി ഞായർ ദിനങ്ങളിലും വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. താഴത്തെ പള്ളിയിൽ തീർത്ഥാടകർക്കായി വലിയ പന്തൽ സൗകര്യം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞു. അതിനോട് ചേർന്ന് പൊൻകുരിശ് എഴുന്നള്ളിക്കലും നേർച്ച നിറവേറ്റുവാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള തീർത്ഥാടനം ഫലപ്രദമായി നടപ്പിലാക്കുവാൻ ആവശ്യമായ വോളണ്ടിയേഴ്സ്, സെക്യൂരിറ്റി സേനകളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് ഫാദർ വർഗീസ് മണവാളൻ, കൈക്കാരന്മാരായ അഗസ്റ്റിൻ വലൂരാൻ, തോമസ് കരോട്ടപ്പുറം, ജോയി മുട്ടൻതോട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ തോമസ് പരപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം നമ്മൾ തീർത്ഥാടനത്തിനൊരുക്കമായി ആദ്യം വളരെ മുൻകൂട്ടി തന്നെ ചെയ്തത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ള കാര്യമായിരുന്നു. നമ്മൾ ഒരു ലൈൻ പൈപ്പ് കൂടി കുടിവെള്ളത്തിന് വേണ്ടി ഇട്ടുകൊടുത്ത്, അപ്പോൾ അത് കൂടുതൽ സുഗമമാക്കാൻ മണിക്കൂറുകൾ അടിച്ചാലും വെള്ളം കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ചിലപ്പോൾ മെഴുക് കത്തിച്ചു കഴിയുമ്പോൾ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ആ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഓരോ സ്ഥലത്തും ആ പൈപ്പിൽ നിന്നും ഹോസ് സംഘടിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, സാധാരണ തീ പിടിച്ചു കഴിഞ്ഞാൽ മണലാണ്, ആ മണലും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.